ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മുടെ ലാസ്റ്റ് മക്കൾ പഠിച്ച ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത് ദീപാവലി അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സസൈസും ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പുതിയ ലെസനാണ്. പേജ് നമ്പർ 72 രത്നാകർ. ഓക്കെ, പേജ് നമ്പർ 72 ഇക്കായി 5 പേജ് നമ്പർ 72 രത്നാകർ. ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ പേരും ഈ കഥയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒന്നുകിൽ വീട്ടിലെ അമ്മയോ മുത്തശ്ശിയോ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ മക്കൾ കേട്ട കഥ തന്നെയാണ് ഈ കഥ എന്നാണ് മിസ്സിന് തോന്നുന്നത്. കാരണം മിക്കവാറും സ്കൂളിൽ പറഞ്ഞു തരാറുണ്ട്, വിയിലൊക്കെ ഉണ്ട് അല്ലേ? അപ്പം രത്നാകർ ആരാണ്? നമ്മുടെ സംസ്കൃതത്തിലെ സുപ്രസിദ്ധ ഗ്രന്ഥമായ വാത്മീകി രാമായണം എഴുതിയ വാത്മീകി മഹർഷിയാണ് രത്നാകർ. അദ്ദേഹത്തിൻ്റെ ആദ്യമുള്ള പേരായിരുന്നു രത്നാകർ എന്നത്. അപ്പോൾ അദ്ദേഹം രത്നാകറിൽ നിന്നും എങ്ങനെയാണ് വാത്മീകി മഹർഷിയായി മാറിയത്, രത്നാകർ എന്ന ഒരു കൊള്ളക്കാരൻ എങ്ങനെയാണ് വാത്മീകി മഹർഷിയായി മാറിയത് എന്ന ഒരു കഥയാണ് മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പേജ് നമ്പർ 72 എടുക്കുക. ഓക്കെ, രത്നാകർ ശ്രദ്ധിച്ച് കേൾക്കുക മിസ് വായിക്കുമ്പോൾ. एक जंगल में एक डाकू रहता था. उसका नाम था रत्नाकर. रत्नाकर बड़ा निर्दयी था. वह लोगों से धन और चीज़ें छीनता था. कभी कभी उनको मारता भी था. इसी से अपने परिवार का पालन पोषण करता था. पर एक जंगल में एक डाकू रहता था. ഡാക്കു എന്ന് വെച്ചാൽ റോബർ അല്ലെങ്കിൽ കൊള്ളക്കാരൻ എന്ന് പറയും അല്ലേ? മറ്റുള്ളവരുടെ സാധനങ്ങളും പണവും ഒക്കെ അപഹരിച്ച് തട്ടിപ്പറിച്ച് ജീവിക്കുന്ന ആളാണ് ഡാക്കു എന്ന് പറയുന്നത്, ഒരു കൊള്ളക്കാരൻ. ഏക് ജംഗൽ മീൻസ് ഫോറസ്റ്റ്, കാട്. ഒരു കാട്ടിൽ ഒരു കൊള്ളക്കാരൻ താമസിച്ചിരുന്നു. ഓക്കെ, ഏക് ജംഗൽ മേ ഏക് ഡാക്കു റഹ്താ ഥാ. ദർ വാസ് എ robber in a forest, lived in a forest. एक जंगल में एक डाकू रहता था. उसका नाम था रत्नाकर. His name was രത്നാകർ. അദ്ദേഹത്തിൻ്റെ പേര് രത്നാകർ എന്നായിരുന്നു. രത്നാകർ ബഡാ നിർദയി ഥ. നിർദയി എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ക്രൂവലാണ്. ഹി വാസ് വെരി ക്രൂവൽ അല്ലേ? വളരെ ക്രൂരനായ ഒരാളാണ് രത്നാകർ. ആരോടും ദയോ ഒന്നുമില്ലാത്ത, കരുണയോ ഒന്നുമില്ലാത്ത ഒരാൾ. ഓക്കെ, വഹ ലോഗോ സെ ധൻ ഔർ ചീസേൻ ഛീൻതാ താ. അപ്പോൾ അയാൾ എന്താ ചെയ്യുക? അതിലെ വഴിപോകുന്ന, ആ കാട്ടിലൂടെ വഴിപോകുന്ന ആൾക്കാരുടെ പണവും അല്ലേ, പിന്നെ സാധനങ്ങളും, ചീസേം എന്ന് പറഞ്ഞാൽ തിങ്സാണ്, അവരുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളായാലും മറ്റെന്ത് സാധനങ്ങളായാലും അതൊക്കെ തട്ടിപ്പറിക്കുമായിരുന്നു. ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് തട്ടിപ്പറിച്ചെടുക്കുക. ചീന്ന എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമ്പോൾ ലോഗോ സെ ധൻ ഔർ ചീസേൻ ചീൻതാ ഥാ. ജനങ്ങളുടെ പണവും മറ്റ് സാധനങ്ങളും എന്താണ് കട്ടെടുത്ത് അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് അവരെ ഭയപ്പെടുത്തി തട്ടിപ്പറിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കൊന്ന് അല്ലേ, അവരുടെ സാധനങ്ങൾ കൈക്കലാക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു രത്നാകർ. അപ്പോൾ രത്നാകർ എന്ന് കേൾക്കുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ പോലും ഭയപ്പെടും. അത്രയും ക്രൂരനായ ഒരു കൊള്ളക്കാരനായിരുന്നു രത്നാകർ. കഭി കഭി ഉൻകോ മാർത്താ ബി ഥാ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉപദ്രവിക്കുക മാത്രമല്ല, ചിലപ്പോൾ അവരെ കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. അവരുടെ സാധനങ്ങൾ നേടാൻ വേണ്ടി അദ്ദേഹം അവരെ കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു.
എന്നിട്ടോ ഇസീസെ അപ്നെ പരിവാർ കാ പാലൻ പോഷൺ കർത്താ ഥ. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം തൻ്റെ കുടുംബത്തെ പരിപാലിച്ചിരുന്നത്. ഓക്കെ, ഇസീസെ അപ്നെ പരിവാർ കാ, ഇതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ, പരിവാർ എന്ന് വെച്ചാൽ ഫാമിലിയാണ്, കുടുംബം. പാലൻ പോഷൺ കർണ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ആഫ്റ്റർ, ടു ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം, അവരെ സംരക്ഷിക്കുക, പരിപാലിക്കുക. അപ്പോൾ കുടുംബത്തിലെ ഗൃഹനാഥനാണ് രത്നാകർ. അപ്പോൾ ഗൃഹനാഥനാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സമ്പാദ്യം തട്ടിപ്പറിക്കുക, മറ്റുള്ളവരെ ആക്രമിച്ചു കൊല്ലുക, ഇതൊക്കെയായിരുന്നു രത്നാകരൻ്റെ ജോലി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. एक दिन एक साधु उधर से होकर जा रहा था. ശരിക്കും നമ്മുടെ പുരാണങ്ങളിലുള്ള കഥയിൽ ഒരു സാധു, ഇവിടെ ഒരു സാധു, ഒരു സന്യാസി എന്നാണ് പറയുന്നത്, പക്ഷേ അത് ശരിക്കും നാരദ മഹർഷിയാണ്. ഓക്കെ, एक दिन एक साधु उधर से होकर जा रहा था. रत्नाकर ने साधु को पकड़ लिया, उसके हाथ पैर बांधकर उसको मारने लगा. साधु ने शांत सुर में कहा, तुम मुझे क्यों मारते हो? मत मारो, मारने से तुम्हें पाप मिलेगा. वो पाप कोई नहीं बांटेगा. ये काम तुम छोड़ दो. അപ്പോൾ एक दिन एक साधु उधर से होकर जा रहा था. ഒരു ദിവസം ഒരു സാധു, സാധു എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ സാധു അല്ല, സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഹിന്ദിയിൽ സാധു എന്ന് പറഞ്ഞാൽ സെയിൻ്റ് ആണ്, സന്യാസി. മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ പാവം എന്നുള്ള അർത്ഥമാണ് അല്ലേ, അതല്ല. ഇവിടെ ഹിന്ദിയിൽ സാധു എന്ന് പറഞ്ഞാൽ സെയിൻറ്റ്, സന്യാസി. ശരിക്കും ഇവിടെ നാരദ മഹർഷിയാണ് സന്യാസി എന്ന് പറയുന്നത്, ഇവിടെ രത്നാകരനെ കാണാൻ അല്ലെങ്കിൽ ആ വഴി പോയ ആൾ. ഏക് ദിൻ ഏക് സാധു ഉധർ സേ ഹോക്കർ ജാ രഹാ താ. ഉധർ സേ ഹോക്കർ എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ, ഉധർ സേ ഹോക്കർ ജാ രഹാ താ, ആ വഴിയിലൂടെ ഒരു സന്യാസി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രത്നാകറിനെ സാധു കോ പകഡ് ലിയ. രത്നാകർ എന്ത് ചെയ്തു? അദ്ദേഹം ഒളിച്ചിരിക്കും, മരത്തിൻ്റെ പിന്നിലും മരത്തിൻ്റെ മുകളിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് ആൾക്കാർ പോകുമ്പം ചാടി വീണ് ഉപദ്രവിച്ചിട്ടാണ് അവരുടെ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിപ്പറിച്ചെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് സന്യാസി അതിലേ പോകുന്നത് അല്ലേ, നാരദ മഹർഷി അല്ലെങ്കിൽ സന്യാസി അതിലേ പോകുന്നത് കണ്ടത്. രത്നാകറിനെ സാധു കോ പകഡ് ലിയ. അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ സന്യാസിയെ പിടികൂടി. എന്നിട്ടോ പകഡന എന്ന് പറഞ്ഞാൽ ടു ക്യാച്ച് ആണ്, പിടിക്കുക. സാധു കോ പകഡ് ലിയ, ഉസ്കെ ഹാത്ത് പൈർ ബാന്ധ് കർ ഉസ്കോ മാർനെ ലഗ. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ സന്യാസിയുടെ കാലും കൈയും കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. മാർനെ ലഗ, മാർന മീൻസ് ടു കിൽ ആണ്, കൊല്ലുക. മാർനെ ലഗ, കൊല്ലാൻ വേണ്ടി പോയി. സാധുവിനെ ശാന്ത സുർമേ കഹ. സന്യാസി വളരെ ശാന്തനായി പറഞ്ഞു, പെട്ടെന്ന് പരിഭ്രമിക്കുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ട് പറയുകയാണ്. സാധുവിനെ ശാന്ത സുർമേ കഹ, തും മുझे ക്യോ മാർത്തേ ഹോ. നീ എന്തിനാ എന്നെ കൊല്ലുന്നത്? അദ്ദേഹം ചോദിച്ചതാണ് രത്നാകരനോട്. തും മുझे ക്യോ മാർത്തേ ഹോ. അപ്പോൾ മറ്റുള്ളവരാണെങ്കിലോ പേടിച്ച് വറിക്കും അല്ലേ. ഇവിടെ സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാ മോഹങ്ങളിൽ നിന്നും മുക്തനാണ് അല്ലേ, അദ്ദേഹത്തിന് മരണത്തെ പോലും ഭയമില്ല. അപ്പോൾ അദ്ദേഹം രത്നാകരനോട് ചോദിച്ചു, എന്തിനാണ് നീ എന്നെ കൊല്ലുന്നത്? ക്യോ മാർത്തേ ഹോ, വൈ ആർ യു കില്ലിങ് മീ അല്ലേ. മത് മാരോ, കൊല്ലരുത് അല്ലേ. പ്ലീസ് ഡോണ്ട് കിൽ മീ. എന്തുകൊണ്ടാ? മാർനേസെ തുമേ പാപ് മിലേഗ. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, എന്നെ കൊന്നാൽ നിനക്കാണ് അതിൻ്റെ പാപം അല്ലേ. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ പാപം കിട്ടുന്നത് നമുക്കാണ്. അതേപോലെ സന്യാസി പറഞ്ഞു, എന്നെ കൊന്നാൽ അതിൻ്റെ പാപം നീ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് നീ എന്നെ കൊല്ലരുത്. പിന്നെയോ വഹ് പാപ് കൊയ് നഹി ബാണ്ടേഗ. അതാണ് അദ്ദേഹം പറഞ്ഞത്. വഹ് പാപ്, നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ടല്ലോ, ആ പാപം മറ്റാരും തന്നെ ഏറ്റെടുക്കില്ല. ബാണ്ടിന എന്ന് പറഞ്ഞാൽ എന്താണ്?
അപ്പോൾ ടു ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള അർത്ഥമാണ്. നീ ചെയ്യുന്ന പാപം മറ്റാരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നീ ചെയ്യുന്ന പാപം നീ തന്നെ വീട്ടണം. അതുകൊണ്ട് ആ പാപം നിന്നിലാണ് വരിക. അതുകൊണ്ട് നീ എന്നെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. ഏക്കാം തും ഛോഡ് ദോ. അതുകൊണ്ട് യു ഹാവ് ടു ലീവ് ദിസ് വർക്ക്. നീ ഈ ജോലി ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം പറയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതുമായ ജോലി നീ ഉപേക്ഷിക്കണമെന്ന് രത്നാകറിനോട് ആര് പറഞ്ഞു? മഹർഷി പറഞ്ഞു.